ഹലോ ഫ്രണ്ട്സ്, ഇത് നോക്കിക്കേ, നല്ലൊരു സിറ്റീൻ്റെ നടുവിലായിട്ട് ഒരു ഹ്യൂജ് കപ്പൽ തന്നെ. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഹെബ്ബാലിലാണ്. ബാംഗ്ലൂരിൽ തന്നെ ബിഗ്ഗസ്റ്റ് മാളായ മാൾ ഓഫ് ഏഷ്യയാണ് ഇത്. സോ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഷിപ്പിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ലെങ്തിയാണ് കേട്ടോ ഈ ബിൽഡിങ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഉള്ളിൽ നിറയെ നമുക്ക് നടന്ന് കാണാനായിട്ട് നിറയെ ഉണ്ട് എന്ന്. മിനിമം ഒരു 2 വീലറിന് ഇവിടെ പാർക്കിംഗ് ചാർജ് 100 വരുന്നുണ്ട് കേട്ടോ. സോ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ആദ്യം തന്നെ നമ്മൾ പോയത് ഇതിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. സോ എൻട്രൻസിൽ നല്ലൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ കൊടുത്ത് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഇവിടെ ഫെസ്റ്റിവൽ ടൈമൊക്കെ ആണെങ്കിൽ, നമ്മുടെ ക്രിസ്മസ് ടൈമൊക്കെ ആണെങ്കിൽ കുറേയും കൂടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ എത്തിയത് ഒരു ഈവനിങ് 6 PM ഒക്കെ ആവുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. പിന്നെ മാളിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നമുക്ക് നല്ലൊരു വലിയൊരു വെർട്ടിക്കൽ ഗാർഡൻ തന്നെ കാണാം. ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയ്ക്ക് ലക്ഷറി ഫീലിംഗ് ആയിരുന്നു ഉള്ളിൽ. മാളിൻ്റെ സെൻറ്റർ പോർഷന് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് അവിടെ കുറച്ച് നേരം പോയി ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു അത്. ആക്ച്വലി നമുക്ക് അവിടെ ഇരുന്ന് മാളിൻ്റെ ഫുൾ സെൻറ്റർ പോർഷൻ്റെ ഫുൾ ആംബിയൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എത്ര ഫ്ലോർ ഉണ്ടെന്നുള്ളതും പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് കവർ ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ചുറ്റും ചെറിയ ഡൈനിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ എല്ലാ ഫ്ലോറിലും ഈ ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ. നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെ പോവാം. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ നിറയെ നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് നിറയെ ഉണ്ടെന്ന്. നമ്മൾ ആദ്യം പോയപ്പോൾ ഒരു സൺഗ്ലാസിൻ്റെ ഷോപ്പ് കണ്ടു. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മെറ്റ AI ഗ്ലാസസ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയത്. പറഞ്ഞ പോലെ തന്നെ അതൊരു AI ഗ്ലാസസ് ആണ്. സോ നമ്മൾ കാണുന്ന വിഷയം അത് കാണുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അതിനോട് സംസാരിക്കാനൊക്കെ പറ്റും. ബട്ട് പുറത്തുനിന്ന് ഒരാൾക്ക് AI സംസാരിക്കുന്നത് കേൾക്കില്ല. സോ നമ്മളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പുതിയ ടെക്നോളജിയൊക്കെ ഇനി വരികയല്ലേ. പിന്നെ പറഞ്ഞ പോലെ തന്നെ നിറയെ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാതും നല്ല ഹൈ ബ്രാൻഡ്സും ഉണ്ട്. നമ്മൾ വേറെ മാളിൽ പോയി കാണാത്ത കുറേ ബ്രാൻഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഏത് ഫ്ലോറിൽ പോയാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നിറയെ ആംബിയൻസ് ഉണ്ട്. പിന്നെ കുറേ നടന്നും അടുത്തപ്പോൾ നമ്മൾ കയറിപ്പോയത് ഒരു ഹോം ഡെക്കറിൻ്റെ ഷോപ്പിലേക്കാണ്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് വെറൈറ്റി ആയി പുതിയ ടെക്നോളജിയിലുള്ള ഫർണിച്ചേഴ്സും സോഫാസും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. കൂടാതെ നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്യാം. ആ ബെഡും സോഫയൊക്കെ നമുക്കുള്ളത് തന്നെയല്ലേ. നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. ഒന്ന് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകണതല്ലേ നല്ലത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നല്ല ഹോം ഡെക്കേഴ്സൊക്കെ അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളൊരു പുതിയ സാധനം കണ്ടത്. നമ്മൾ സ്മാർട്ട് AI സൺഗ്ലാസ് കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊരു കമ്പ്യൂട്ടർ ടേബിളാണ്. നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ എന്തോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ട പോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജർ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ USB കേബിൾ കുത്താനുള്ള പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു സ്മാർട്ട് ടെക്നോളജി ഉള്ള ഒരു ടേബിൾ തന്നെയാണ്. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ എല്ലാതരം ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. H&M, അതുപോലെ ലൈഫ് സ്റ്റൈൽ, മാംഗോ, സോച്ച്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ആപ്പിൾ സ്റ്റോർ ഉണ്ട്. അതുപോലെ ടീര, കോസ്മെറ്റിക്സിൻ്റെ എല്ലാതരം ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. പിന്നെ യൂണിക്ലോ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ എവിടെ യൂണിക്ലോ ഉള്ളതായി കണ്ടിട്ടില്ല. സോ നമുക്ക് അവിടെ നിന്ന് കുറച്ചും കൂടി ചീപ്പായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ച നേരെ പോകണം നമ്മുടെ മെയിൻ ഐറ്റമായ ഫുഡ് കോർട്ടിലേക്ക് ആയിരിക്കും കേട്ടോ. ഒന്നും പറയണ്ട, അവിടെ ഫുൾ തിരക്കായിരിക്കും. ആക്ച്വലി ലുലു മാളിൽ പോകുമ്പോഴാണ് ഞാൻ ഈ തിരക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അതിനും കാട്ടും തിരക്കുണ്ട്. പറയുകയാണെങ്കിൽ ഒരു ഹ്യൂജ് വെറൈറ്റി വേൾഡ് വൈഡ് ഡിഷസ് തന്നെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അധികം ഫുഡ് കോർട്ടുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോ ഫുഡ് സ്പോട്ട് കാണുമ്പോൾ ശരിക്കും നമ്മൾ UK ന്യൂയോർക്കിലോ ഒക്കെ പോയ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് തന്നെയുണ്ട്. നമുക്ക് ഫിഷും മീറ്റ് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ തന്നെ പോയി ഫുഡ് കഴിക്കണമെന്നില്ല. നമുക്ക് ഓരോ ഫ്ലോറിലും അവർ പുതിയ വെറൈറ്റി സ്റ്റോഴ്സ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാം. നമുക്ക് അവിടെയൊക്കെ നമുക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനുള്ളിൽ നിറയെ നമുക്ക് നടന്ന് കാണാനുണ്ട് കേട്ടോ. നമ്മൾ തന്നെ ഒരു 4 hours പിടിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുൾ നടക്കാനായിട്ട്. സോ നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മാൾ തന്നെയാണ് കേട്ടോ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.